അവർക്ക് അവരുടെ ചേച്ചിയെ പ്രാണനാ മോനെ. അതുകൊണ്ടാ. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്തതല്ലേ. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർപ്പിക്കുന്നത് നല്ലതാ. മുത്തശ്ശി വയ്ക്കോ വയ്ക്കോ. എനിക്കവർ പറഞ്ഞാൽ വിഷമമൊന്നുമില്ല. അവരങ്ങനെയൊക്കെ പറയുമ്പോഴാ ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. എന്താ രാജേട്ടാ? ഞാൻ ചായ ഇട്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. ഈ നേരത്തെ ആർക്കാ ചായ? അത് പിന്നെ അച്ഛനും മുത്തച്ഛിക്കും. അവര് പണിയെടുക്കുകയല്ലേ. പണിയെടുക്കേ? എന്ത് പണി? അത് നാളെ വിഷു അല്ലേ, അതുകൊണ്ട് ഓട്ടുപാത്രങ്ങളൊക്കെ ഇരുന്ന് കഴുകിക്കൊണ്ടിരിക്കുക. എനിക്ക് കണ്ടപ്പോ സങ്കടം തോന്നി. ആരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും. അല്ല, ഞാനിപ്പോ ചായ കൊണ്ട് പോയാലേ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന പ്രശ്നമാവും. അതുകൊണ്ടാ മോളോട് പറഞ്ഞത്. പാവങ്ങള്, അവരെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതില് എന്താ ഇത്ര മനസ്സുഖം കിട്ടുന്നതെന്നാ. രാജേട്ടാ, സൂര്യ സാറിന്റെ അച്ഛനുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബത്തിന് ദൈവത്തെ പോലെയാ. താന്നിയൂരമ്മയെ തൊഴുന്ന അതേപോലെയാ എന്റെ അച്ഛൻ സാറിനെ തൊഴുന്നത്. സാർ അത്രയും നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ടാ വിഷു കഴിഞ്ഞിട്ട് അവർ പൊയ്ക്കോട്ടെ എന്ന് ഞാനും കരുതിയത്. അത് മാത്രല്ല, ഇതുവരെ ഒരു ഓണത്തിനും വിഷുവിനും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവാതിരുന്നിട്ടില്ല. എത്ര സങ്കടപ്പെട്ടാലും എന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നാളത്തെ വിഷു കഴിയുന്നവരെ അവർ നിന്നോട്ടെന്ന് ഞാനും കരുതിയത്. എനിക്കത് മനസ്സിലാവും മോളെ, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. മോള് ചെന്ന് ചായ എടുത്തു കൊടുക്കും. അച്ഛാ, എല്ലാരും ചായ കുടിക്കേ. എന്തിനാച്ചാ ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ പോകുന്നേ? നാളെ വിഷു അല്ലേ മോളെ. നമ്മള് നമ്മുടെ വീട്ടിലായിരിക്കുമ്പോഴും കണി കാണുന്നതിന് മുമ്പ് എല്ലാം തേച്ചുടച്ച് വയ്ക്കുന്നതല്ലേ. അല്ലാതെ ആരും പറഞ്ഞിട്ടൊന്നും അല്ല. ആര് പറഞ്ഞില്ലാന്ന്? ജോലിക്കാരല്ലേ, എല്ലാം കഴുകി വൃത്തിയാക്കാൻ ഇന്ദ്രജ മേഡം തന്നെയാ പറഞ്ഞത്. അതിന് നീ ഇത്ര ദേഷ്യത്തിൽ പറയേണ്ട കാര്യം എന്താ? അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മളോട് പറഞ്ഞു. നീ അതൊന്നും കാര്യാക്കണ്ട മോളെ. ഈ വിഷു നീ ഇല്ലാതെ കഴിഞ്ഞു പോകുന്ന പേടിയായിരുന്നു. അതെ ചേച്ചി, ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോ അവര് ഞങ്ങളെ സങ്കടപ്പെടുത്തിയാലും ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ഇതെന്താ ഇത്? ഇതൊക്കെ എന്തിനാ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്? അത് നാളെ വിഷു അല്ലേ സാറേ. ഞങ്ങളീ നാട്ടുപുറത്തുകാര്
ഉള്ള ഓട്ടുപാത്രങ്ങളൊക്കെ തലേദിവസം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കും. എന്നിട്ട് വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിടും. ശരിയാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ ഇങ്ങനത്തെ വാക്കുകളും കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുമില്ല. സൂര്യയിൽ വല്ലാത്ത മാറ്റമുണ്ട്. നിങ്ങളൊക്കെ വന്നതിന്റെയാണ്. കഴിഞ്ഞ വിഷുവിന് അവൻ എവിടെയായിരുന്നെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പതേ സമാധാനമായിട്ട് മുറിക്കകത്തിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? അവന് ഭാര്യയുണ്ട്. അവൻ ഇഷ്ടപ്പെടുന്ന ബന്ധുക്കൾ നിങ്ങളും ഉണ്ട്. അത് ചെറിയൊരു മാറ്റമൊന്നുമല്ല. പണ്ട് തറവാട്ടിലായിരിക്കുമ്പോൾ ഈ ഓണമായാലും വിഷു ആയാലും അമ്മമാരെല്ലാരും കൂടി തറവാട്ടിലൊരു ഇരിപ്പുണ്ട്. അത് പലഹാരം ഉണ്ടാക്കാനാ. ഞങ്ങള് പിള്ളേരെല്ലാം കൂടി ഒളിച്ചും പാത്തും പോയിട്ട് അവരുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കട്ടെടുത്തോണ്ട് വരും. ഇരുട്ടിൽ ഒളിച്ചു നിന്ന് കഴിക്കുമ്പോഴുള്ള ഒരു സ്വാദുണ്ടല്ലോ, അതിപ്പോ ഏത് വില കൂടിയ ഭക്ഷണത്തിനും ആ സ്വാദ് കിട്ടില്ല. ഇടയ്ക്കൊക്കെ അറിയാതെ കുതിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ വട്ടം കൂടിയിരുന്ന് സംസാരിച്ച് ചൂടോടെ പൊരിച്ചെടുക്കുന്നതൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. സാറേ, നമുക്കത് ചെയ്യാം. സാറിന് എന്ത് പലഹാരങ്ങളാ വേണ്ടത്? നമുക്ക് ഇന്ന് രാത്രി അത് ചെയ്യാം സാറേ. വേണ്ട അച്ഛാ, അതൊക്കെ നാട്ടിൻപുറത്തെ രീതികളാ. ഇവിടെ ആർക്കും അതൊന്നും ഇഷ്ടപ്പെടുകയില്ല, കഴിക്കൂല. ഏയ്, അങ്ങനെയൊന്നും പറയണ്ട. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പിന്നെ സൂര്യ, അന്ന് ഞങ്ങൾ തിരിച്ചു പോരുമ്പോ നിങ്ങൾ കുറെ പലഹാരങ്ങൾ കൊടുത്തു വിട്ടില്ലേ? അതിൽ ഒരെണ്ണം പോലും അവൻ ബാക്കി വെച്ചില്ല, എല്ലാം കഴിച്ചു തീർത്തു. എന്നാ പിന്നെ നമുക്ക് ചെയ്യാം സാറേ. ആദ്യത്തെ വിഷുവിന് മോളെ കാണാൻ വന്നിട്ട് ഞങ്ങളും എന്തെങ്കിലും ചെയ്തു എന്നൊരു സന്തോഷം കിട്ടുമല്ലോ. മോളെ നന്ദിനി, ഇവിടെ നടക്കുന്ന സംഭവങ്ങള് മോളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം അച്ഛൻ പറയാം. മാറ്റങ്ങള് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, പതുക്കെ പതുക്കെ ഉണ്ടാവും. അച്ഛൻ അതിന്റെ ഒരു തുടക്കമായിട്ടാ ഇതിനെയൊക്കെ കാണുന്നത്. മാറില്ല എന്ന് വാശി പിടിക്കുന്ന മനസ്സുള്ളവര് പതുക്കെ മാറി തുടങ്ങും. നമുക്ക് മാറ്റിയെടുക്കാം മോളെ.